മുശ്രിക്കീങ്ങൾക്ക് അവരുടെ ആയുധങ്ങൾ തൂക്കിയിടുന്നതിന് വേണ്ടിയിട്ടൊരു മരം ഉണ്ടായിരുന്നു. ഞങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, അവര് ബർക്കത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ ആയുധങ്ങൾ തൂക്കിയിട്ടിരുന്നത്. ആ മരത്തിൽ ആയുധങ്ങൾ തൂക്കിയിട്ടാൽ പ്രത്യേകമായ ബർക്കത്ത് കിട്ടും. അതേപോലെ തന്നെ അവർ ആ മരത്തിന് തവാഫ് ചെയ്തിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാം. ഈ സമയത്ത് സ്വഹാബികളിൽപ്പെട്ട ചിലർ പറഞ്ഞു, ഇജ്അൽ ലനാ ദാത്ത അൻവാത്തിൻ കമാ ലഹും ദാത്തു അൻവാത്ത്. അവർക്കൊരു ദാത്തു അൻവാത്ത് മരമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദാത്തു അൻവാത്ത് മരം ഉണ്ടാക്കി തരണം റസൂലേ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വളരെ ഗൗരവത്തോട് കൂടിയിട്ടാ പറയുന്നത്. അല്ലാഹു ഏറ്റവും വലിയവനാണ്. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹു തന്നെയാണ് സത്യം. ഹാദാ കമാ ഖാല ഖൗമു മൂസാ ലി മൂസാ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ഇത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആളുകൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് അവർക്കൊരു ഇലാഹുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ തരണം എന്ന് പറഞ്ഞതിന് തുല്യമാണിത്. അവർക്കൊരു ഇലാഹുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ തരണം എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതിന് തുല്യമാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്. ആ മരത്തെ സ്വഹാബത്ത് ആരെങ്കിലും ഇലാഹാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. മരത്തെ ആരും ഇലാഹാക്കിയിട്ടില്ലല്ലോ. പക്ഷെ ഒന്ന് തൂക്കിയിടാൻ ബർക്കത്തിന് വേണ്ടിയിട്ട്. പക്ഷെ എന്നിട്ട് പോലും പ്രവാചകൻ പറഞ്ഞു, ഇത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആളുകൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇലാഹിനെ നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞതിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തൗഹീദ് വളരെ നന്നായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ തൗഹീദിൽ വ്യതിയാനം വന്നാൽ ശിർക്ക് ഒരിക്കലും അള്ളാഹു പുറത്തു തരികയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക. അതാണ് വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം. ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ പ്രഖ്യാപിച്ചേക്കുക, ഞാൻ എന്റെ റബ്ബിനെ, എന്റെ നാഥനെ മാത്രമേ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഞാൻ ആരെയും പങ്കു ചേർക്കുകയില്ല. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅന്നൽ മസാജിദ ലില്ലാഹി, പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാകുന്നു. അതുകൊണ്ട് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റൊരാളോടും വിളിച്ചു പ്രാർത്ഥിക്കരുത്. സൂറത്ത് ബഖറയിലൂടെ അല്ലാഹു പറഞ്ഞു, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബിദാ പറയുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് വിളിച്ചു പ്രാർത്ഥിച്ചു കൊള്ളുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമകൾ എന്നോട് നിന്നെ കുറിച്ച് ചോദിച്ചാൽ നീ പറഞ്ഞു കൊടുത്തേക്കുക, ഫഇന്നി ഖരീബുൻ, ഞാൻ ഏറ്റവും അടുത്തവനാണ്, ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം കൊടുക്കും. ഇങ്ങനെ ഖുർആനിലുള്ള ഒരുപാട് അധ്യായങ്ങളിലൂടെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് വളരെ വ്യക്തമായി തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുകയില്ല. ഇൻ തദൂഹും, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, ഈ പ്രാർത്ഥിച്ചാൽ എന്നതില് ബിംബങ്ങൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അത് മാത്രമല്ല, ഇൻ തദൂഹും, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിൽ ഉസൈർ പെട്ടു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പെട്ടു, ഈസ പെട്ടു, മഹാത്മാക്കളായ ആളുകൾ പെട്ടു, മലക്കുകൾ പെട്ടു, ജിന്നുകൾ പെട്ടു എന്നൊക്കെ ഖുർത്തുബിയെ പോലുള്ള റാസിയെ പോലുള്ള പണ്ഡിതന്മാര് അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന ആ മരിച്ചുപോയ ആളുകൾ, ആ ജാറങ്ങളിലുള്ള ദർഗകളിലുള്ള ആരോടാണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവരൊന്നും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. വലൗസമിയോ, ഇനി കേട്ടു എന്ന് വാദിച്ചാൽ തന്നെയും മസ്തജാബൂലക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവർ ഉത്തരം ചെയ്യില്ല. നിങ്ങളൊരു രോഗം മാറുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കുട്ടിയെ കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുനിയാവിലുള്ള ഒരു കാര്യം നേടുന്നതിന് വേണ്ടിയിട്ടോ ആയിരിക്കാം ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നത്, മുഹൈദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നത്, അതല്ലെങ്കിൽ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നത്. ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെയും മസ്തജാബുലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്തത് ശിർക്കാണ്, ഈ ശിർക്കിനെ അവർ നിഷേധിക്കും.
എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് അഹ്കാഫിലെ 6-ാമത്തെയും 5-ാമത്തെയും വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞു, വമൻ അളല്ലു, ഏറ്റവും വഴിപിഴച്ചവനായി ആരുണ്ട്, മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ ഏറ്റവും വഴിപിഴച്ചു പോയവൻ ആരുണ്ട്, മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അവന് ഉത്തരം കൊടുക്കാത്തവരോടാണ് അവൻ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വഹുമൻ ദുആഇഹിം ഗാഫിലൂൻ, ആ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെ കുറിച്ച് അശ്രദ്ധരുമാണ്. വൈദാ ഹുശിറൻ നാസു, അന്ത്യനാളിൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറയിൽ കാനൂ ലഹും അഅദാ, ഈ മുഹീദ്ദീൻ ശൈഖും ബദരീങ്ങളും ഇവരെല്ലാവരും തന്നെ അവർക്ക് ശത്രുക്കളായിട്ട് മാറും. വകാനു ബിഇബാദതിഹിം കാഫിരീൻ, അവർ ചെയ്ത ഈ ശിർക്കിനെ, ഈ ആരാധനയെ അവർ നിഷേധിക്കുകയും ചെയ്യും. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മഹാനായ ഒരു പണ്ഡിതനാണ്, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ഒരു പണ്ഡിതനാണ്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാ, നിനക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു ഘട്ടത്തിലും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാളോടും നീ ആവലാതി ബോധിപ്പിക്കരുത്. നിന്റെ സങ്കടങ്ങളും നിന്റെ പ്രയാസങ്ങളും നിന്റെ ദുരിതങ്ങളും നിന്റെ ബുദ്ധിമുട്ടുകളും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാളോടും നീ ബോധിപ്പിക്കരുത്. എന്നിട്ട് മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്, അങ്ങനെ നീ ചെയ്താൽ അത് ശിർക്കാണ്. കാരണം ലാ ളാറ, ഉപദ്രവം ചെയ്യുന്നവനായിട്ടില്ല, വലാ നാഫിയ, ഉപകാരം ചെയ്യുന്നവനായിട്ടില്ല, വലാ ദാഫിയ, നിനക്ക് ബാധിച്ച ഒരു ബുദ്ധിമുട്ട്, ഒരു ഉപദ്രവം അത് നീക്കുന്നവനുമില്ല, വലാ മുസ്കിം വലാ മുബിലി വലാ മുആഫി വലാ മുബിലി ഗൈറുഹു അസ്സ വജല്ല, അല്ലാഹുവല്ലാതെ രോഗം സുഖപ്പെടുത്താനോ അസുഖങ്ങൾ സുഖപ്പെടുത്താനോ നിനക്ക് സൗഖ്യം നൽകാനോ സാധിക്കുന്ന മറ്റൊരാളുമില്ല. അതുകൊണ്ട് നീ നിന്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും ബോധിപ്പിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണമെന്ന് മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫുതുഹുൽ ഗൈബ് എന്നുള്ള ഗ്രന്ഥത്തിൽ വളരെ വിശദമായി തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് മാത്രമല്ല, മുഹീദ്ദീൻ ശൈഖ് മറ്റൊരു ഗ്രന്ഥത്തിൽ പറഞ്ഞു, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, എങ്ങനെയാണ് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുക, വഫീ ഖൽബിക കം ഇലാഹിൻ, എത്ര ഇലാഹുകളാണ്, ആരാധ്യന്മാരാണ് നിന്റെ മനസ്സിലുള്ളത്. മുഹീദ്ദീൻ ശൈഖ് ഉണ്ട്, ബദരീങ്ങളുണ്ട്, ബീവിമാരുണ്ട്, തങ്ങന്മാരുണ്ട്, എത്രയോ ഇലാഹുകളെ നിന്റെ മനസ്സിൽ നീ കുടിയിരുത്തിയിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുക? കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹി ഫഹുവ സ്വനമുക, അല്ലാഹുവിനെ കൂടാതെ നീ ആരെയെല്ലാം അവലംബിക്കുന്നോ, ആരുടെ എല്ലാം സഹായം തേടുന്നുവോ അതെല്ലാം നീ നിന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളാണ്. ലാ യൻഫഉക, നിനക്ക് ഉപകാരം ചെയ്യില്ല. തൗഹീദുൽ ലിസാനി, നാവ് കൊണ്ടുള്ള നിന്റെ തൗഹീദ് ഉണ്ടല്ലോ, ഞാൻ മുവഹിദാണ്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവനാണ്, നാവ് കൊണ്ടുള്ള നിന്റെ ഈ സംസാരം, ആ പ്രഖ്യാപനം നിനക്ക് ഉപകാരപ്പെടില്ല. മാ ശിർക്കിൽ കൽബി, നിന്റെ ഹൃദയത്തിൽ ശിർക്കുണ്ടായിരിക്കെ, നീ ശിർക്ക് ചെയ്യുന്നവനായിരിക്കെ നാവ് കൊണ്ടുള്ള തൗഹീദ് നിനക്കൊരിക്കലും ഉപകാരപ്പെടുകയില്ല എന്നും മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്രത്തോളം തൗഹീദിന് വേണ്ടി ശബ്ദിച്ച ആ മഹാന്റെ പേരിലാണ് ഇന്ന് വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായുകൂടാതെ ഉത്തീരം ചെയ്യും ഞാനെന്നവർ എന്ന് ചില ആളുകൾ എഴുതി വെച്ചത്. ഇപ്പൊ ഞാൻ വായിച്ചതൊക്കെ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞതാ. ആ മുഹീദ്ദീൻ ശൈഖ് മഹാനാണ്, പണ്ഡിതനാണ്. ആ മഹാന്റെ പേരിലാണ് ഈ രൂപത്തിലുള്ള മാലപ്പാട്ടുകൾ, കൽഭാഗത്തുള്ളതും കണ്ണിൽ കാണാത്തതും കണ്ണുകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞു, ഈ രൂപത്തിലുള്ള ഒരുപാട് വേണ്ടതും വേണ്ടാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഈ മുഹീദ്ദീൻ ശൈഖാണ് പറഞ്ഞത്. നിന്റെ ജീവിതത്തിന്റെ ഏതൊരു ഘട്ടത്തിലും അള്ളാഹിനോട് മാത്രമേ സഹായം തേടാൻ പറ്റുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ നടത്താൻ പറ്റുള്ളൂ. അള്ളാഹ് മാത്രമാണ് ഉപകാരവും ഉപദ്രവവും രോഗം മാറ്റുന്നതും ചെയ്യുന്നതും, ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹുവാണ്. നിന്റെ ഹൃദയത്തിൽ മനസ്സിൽ ശിർക്കുണ്ടായിരിക്കെ നാവ് കൊണ്ട് നീ ലാ ഇലാഹ ഇല്ല പറഞ്ഞതുകൊണ്ട് എന്തൊരു കാര്യമാണ് നിനക്കുള്ളത് എന്ന് മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയണം. അപ്പൊ അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, അത് ശിർക്കാണ്, അത് നിങ്ങൾ ചെയ്യരുത്. അന്ത്യനാൾ വരുമ്പോ ആ ശിർക്കിനെ അവർ നിഷേധിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവർക്ക് ഉത്തരം നൽകാൻ കഴിയില്ല, അവരത് കേൾക്കണില്ല. ഇനി വാദത്തിന് വേണ്ടി സമ്മതിച്ചാലും നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കാനോ നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരുവാനോ ഈ മരിച്ചുപോയ ആളുകൾക്ക് കഴിയില്ല. ഖുർആൻ അത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, കുൽ
പറഞ്ഞേക്കുക പ്രവാചകരെ, ഉദ്ഉല്ലദീന സഅംതും മിൻ ദൂനിഹി, അല്ലാഹുവിനെ പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരെയൊക്കെയുണ്ടോ അവരെയൊക്കെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക. ആരെല്ലാം ഉണ്ടോ, ആരാണെങ്കിലും ശരി, അവരെ നിങ്ങൾ വിളിച്ചു നോക്കുക. ഫലാ യംലികൂന കശ്ഫൽ ളുദ്ദി അൻകും വലാ തഹവീല, നിങ്ങൾക്ക് ബാധിച്ചിട്ടുള്ള ഒരു ളുർറിനെ, ഒരു വിപത്തിനെ അതിനെ നീക്കാനോ അതിനെ മാറ്റിമറിക്കാനോ അതിനെ ഇല്ലായ്മ ചെയ്യാനോ അവർക്കാർക്കും സാധിക്കുകയില്ല.